അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇജാറത്തിൻ്റെ പാഠത്തിൽ ഏതാനും മസലകളാണ് പറയുന്നത്. ഒരു വസ്ത്രം ധരിക്കാൻ വേണ്ടി നിങ്ങൾ എന്നോട് വാടകയ്ക്കെടുത്തു കഴിഞ്ഞാൽ ഉറങ്ങുന്ന സമയത്ത് ആ വസ്ത്രം ധരിക്കാൻ പറ്റില്ല. ഒന്ന്, ഞാൻ നിങ്ങൾക്ക് ഒരു വാഹനം വാടകയ്ക്ക് തന്നാൽ അത് എൻ്റെ സാധനം കൊണ്ടുപോകാനാണ് ഞാനത് വാടകയ്ക്ക് എടുക്കുന്നത്. അതിൽ നിങ്ങളുടെ സാധനം കയറ്റണമെന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റില്ല. ഞാൻ നിങ്ങൾക്ക് ഒരു വാഹനം വാടകയ്ക്ക് എടുത്താൽ, എന്നിൽ നിന്ന് നിങ്ങളൊരു എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങളൊരു വാഹനം വാടകയ്ക്ക് എടുത്താൽ നിങ്ങളുടെ ആവശ്യത്തിനാണ് ആ വാഹനം വാടകയ്ക്ക് എടുത്തത്. എൻ്റെ സാധനം അതിൽ കയറ്റി കൊണ്ടുപോകണമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ തടയാം. മറ്റൊന്ന് മസല, നമ്മളൊരു ഡോക്ടറെ കാണുന്നത് ഒരു ഇജാറത്താണല്ലോ. ചികിത്സിക്കാൻ വേണ്ടിയാണ് ഡോക്ടറെ നമ്മൾ കാണുന്നത്. ഡോക്ടർ അജീറാണ്. ഇങ്ങനെയുള്ള ഡോക്ടർമാർക്ക് കൂലി കിട്ടണമെങ്കിൽ അയാൾക്ക് അർഹതയുണ്ടായിരിക്കണം. അയാൾ നല്ല ഡോക്ടറായിരിക്കണം. നല്ല ഡോക്ടറല്ല എങ്കിൽ അയാൾക്ക് പറഞ്ഞ കൂലി കിട്ടില്ല. ഒരു കൂലിക്കും അർഹതയുണ്ടാകില്ല എന്ന് മാത്രമല്ല, അയാൾ നമുക്ക് മരുന്ന് കുറിച്ച് തന്നിട്ടുണ്ടെങ്കിൽ ആ മരുന്നിൻ്റെ പൈസയും കൂടെ അയാളിൽ നിന്ന് ഈടാക്കുന്നതാണ്. ചികിത്സിക്കുമ്പോൾ സുഖാകാതിരിക്കലും മറ്റൊരു വിഷയം. ചികിത്സിക്കുന്നതിനാണ് പൈസ. സുഖമായാലും ഇല്ലെങ്കിലും ആ ഫീസ് കൊടുത്തോളണം. അത് തിരിച്ചു വാങ്ങാൻ പറ്റില്ല. മുക്രിയും മുക്തരിയും തമ്മിലുള്ള തർക്കത്തെക്കുറിച്ചാണ് അടുത്ത് പറയുന്നത്. 100 രൂപയാണ് വാടക എന്നൊരാൾ, അല്ല 200 രൂപയാണ് എന്ന് വാടകയ്ക്ക് കൊടുത്തയാൾ, അല്ലെങ്കിൽ 2 ദിവസത്തേക്കാണ് അല്ല 3 ദിവസത്തേക്കാണ്, ഇങ്ങനെയൊക്കെയുള്ള തർക്കം ഉണ്ടായാൽ, കിലോമീറ്ററിന് 8 അല്ലെങ്കിൽ മൊത്തം 200 കിലോമീറ്ററിനാണ് വാടകയ്ക്കെടുത്തത്, ഇങ്ങനെയൊക്കെയുള്ള തർക്കം വന്നാൽ 2 പേരും അവരുടെ വാദം പറഞ്ഞുകൊണ്ട് കോടതിയിൽ സത്യം ചെയ്യുകയും ആ ഇജാറത്ത് പിരിച്ചുവിടുകയും ചെയ്യും. അപ്പോൾ പിന്നെ വാടകയ്ക്കെടുത്തയാൾ ഉജ്റത്തുൽ മിസ്ലാണ് കൊടുക്കേണ്ടത്. നിശ്ചയിച്ച കൂലിയല്ല. സാധാരണ അയാൾ ഉപകരിച്ചതിനുള്ള കൂലി എത്രയാണോ നാട്ടിൽ നടക്കുന്നത് ആ കൂലിയാണ് കൊടുക്കേണ്ടത്. ഞാൻ മറ്റൊരു മസല, നിങ്ങളെ വാഹനം വാടകയ്ക്കെടുത്തു. അതിൽ കുറച്ച് തേങ്ങ കയറ്റി കൊണ്ടുപോകാനാണ്. ഇറക്കി നോക്കുമ്പോൾ സാധനം കുറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെ കുറഞ്ഞു? കുറയാൻ പാടില്ലല്ലോ. അവിടെ അങ്ങനെ കുറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന വാടകയിൽ നിന്ന് കുറവ് വരുത്തും. എത്ര കുറവ് വരുത്തും? സാധനത്തിൽ കുറവ് വന്നതിൻ്റെ അളവനുസരിച്ചിട്ട് കുറവ് വരുത്തും. പക്ഷേ ഇത് ഇജാറത്തു ദിമ്മത്താകുമ്പോഴാണ്. ഇജാറത്തു ദിമ്മത്തല്ല, ഇജാറത്തുൽ ഐനാണെങ്കിൽ, ഒരു നിശ്ചിത വാഹനത്തെയാണ് വാടകയ്ക്കെടുത്തതെങ്കിൽ അവിടെ കുറവ് വരുത്തില്ല. ഇനി എല്ലാവരും ആഗ്രഹിക്കുന്നൊരു മസല, ഞാൻ നിങ്ങൾ എന്നോടൊരു കപ്പൽ വാടകയ്ക്കെടുത്തു. അങ്ങനെ ആ കപ്പലിൻ്റെ അകത്തേക്ക് ഒരു മത്സ്യം കയറി. ഈ മത്സ്യം മുജിറിൻ്റെതാണോ മുസ്തജിറിൻ്റെതാണോ? 2 അഭിപ്രായമുണ്ട്. ശ്രദ്ധിക്കുക. ഫർഉൻ ലബിസ്തഅ്ജറ സൗബൻ, ഒരു വസ്ത്രം ഒരാൾ വാടകയ്ക്കെടുത്താൽ, റെൻറ്റിനെടുത്താൽ, ലില്ലുബ്സിൽ മുത്ലഖി, ധരിക്കാൻ, അൽ മുത്ലഖി എപ്പോൾ ധരിക്കാൻ എന്നൊന്നും പറയാതെ നിബന്ധന പറയാത്ത വിധത്തിലുള്ള ധരിക്കലിന് വേണ്ടി വാടകയ്ക്കെടുത്താൽ, ലാ യൽബസുഹു വഖ്തൻ നൗമി ലൈലൻ, രാത്രിയിൽ ഉറങ്ങുന്ന സമയത്ത് അയാൾക്കത് ധരിക്കാൻ പറ്റില്ല. വൈനിത്രദത്ത് ആദത്തുഹും ബിദാലിക്ക, അങ്ങനെ ധരിക്കുന്ന പതിവ് വ്യാപകമാണെങ്കിൽ പോലും, ഇത്രത വ്യാപകമായി.
യജൂസുലി മുസ്തഇജിരിദ്ദാബത്തി ഒരു മൃഗത്തെ വാടകക്കെടുത്തവന് അനുവദനീയമാണ് മൻഉൽ മുജിരി വാടകക്ക് നിലവിയനെ തടയൽ മിൻ ഹംലി ഷൈഇൻ അലിഹ അവൻ്റെ എന്തെങ്കിലും സാധനങ്ങൾ ആ വാഹനത്തിൽ കൊണ്ടുപോകുന്നതിനെ തടയാവുന്നതാണ്, ചുമക്കുന്നതിനെ തടയാവുന്നതാണ്. ഫൈദത്തുൻ ഖാല ശൈഖുന ഇന്ന ത്വബീബൽ മാഹിറ ഒരു നിപുണനായ ഡോക്ടർ പിഴ നിപുണൻ എന്ന് പറയാം. ബിയങ്കാന ഖതഉഹു നാദിറൻ ചികിത്സയിലെ പിഴവ് അപൂർവമായി സംഭവിക്കുമ്പോഴാണല്ലോ. സാധാരണ ഏത് ചികിത്സ നടത്തിയാലും അത് ഫലിക്കാറുണ്ട്, വളരെ അപൂർവമായിട്ട് പിഴവ് സംഭവിക്കാറുള്ളൂ. നാദിർ അപൂർവം. അങ്ങനെയുള്ള ഒരു ഡോക്ടറിലോ ശരീരത്തിലോ ഹൂജറത്തുൻ അവന് നോട്ട ഫീസ് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അങ്ങനെ മുഴത്തിയ സമനില്ലതിമിയത്തി അങ്ങനെ മരുന്നിൻ്റെ ഒക്കെ വില അവന് നൽകപ്പെടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ, ദവാൻ്റെ എമ്മാണ് അതിവിയത്ത് സമനറിന വില. ഫഅലജഹു ബിഹാ അങ്ങനെ ആ മരുന്നുകൊണ്ട് അയാൾ ചികിത്സിക്കുകയും ചെയ്താൽ, ആലജ പറഞ്ഞാൽ ചികിത്സിച്ചു, ഫലം എബ്രഹ് എന്നിട്ട് സുഖപ്പെടുകയും ചെയ്തില്ലെങ്കിൽ, അങ്ങനെയാണെങ്കിലും ഇസ്തഹഖൽ മുസമ്മ നിശ്ചിത ഫീസിന് അയാൾക്ക് അർഹതയുണ്ടായിരിക്കും. ഇൻ സ്വഹത്തിൽ ഇജാറത്ത് ശരിയായി നടന്നിട്ടുണ്ടെങ്കിൽ, ഇല്ല ഇജാറത്ത് സഹിയായി നടന്നിട്ടില്ലെങ്കിൽ ഫഉജ്റത്തുൽ മിസ്ലിനും അയാൾക്ക് അർഹതയുണ്ടായിരിക്കും. വലൈസലിൽ അലീലി രോഗിക്ക് അവകാശമില്ല അർജു അലൈഹി ബിശൈഇൻ അയാളിൽ നിന്നൊന്നും തിരിച്ചു വാങ്ങാൻ അർഹതയില്ല. സുഖപ്പെട്ടില്ല എന്ന് കരുതിയിട്ട് ഫീസോ മരുന്നിൻ്റെ പൈസയോ ഒന്നും അയാളോട് തിരിച്ചു വാങ്ങൽ രോഗിക്ക് അവകാശം ഇല്ല. അലീൽ എന്നാണ് രോഗി. എന്തുകൊണ്ട് ഇനി അൽ മുസ്തഅ്ജറ അലൈഹി ഇവിടെ കൂലിക്ക് വിളിക്കപ്പെട്ട സംഭവം അൽ മുആലത്തു ചികിത്സിക്കുക എന്നത് മാത്രമാണ്. ലശിഫ രോഗം സുഖപ്പെടുത്തുക എന്നതല്ല. ബൽ പക്ഷേ മാത്രമല്ല, ഇൻസുരിത്തത്ത് സുഖപ്പെടണമെന്ന നിബന്ധന പറഞ്ഞാൽ, സുഖപ്പെടണം എന്ന നിബന്ധനയോടുകൂടിയാണ് ഡോക്ടർക്ക് ഫീസ് പറഞ്ഞതെങ്കിൽ ബദലത്തിൽ ഇജാറത്തു ഇജാറത്ത് തന്നെ അസാധുവാണ്. എന്തുകൊണ്ട്? ലിഅന്നഹു ബിയദില്ലാഹി തആല ഷിഫാ പടച്ചവൻ്റെ കയ്യിലാണ്, ഡോക്ടറുടെ കയ്യിലല്ല. ലാ ഗൈറു മറ്റുള്ളവരുടെ കയ്യിലല്ല. പിന്നെ എങ്ങനെ ആ കാര്യം ഡോക്ടർ പറയും? അമ്മാ ഗൈറുൽ മാഹിരി അപ്പോൾ നിപുണനല്ലാത്ത ഡോക്ടർ ഫലാ യസ്തഹിഖു ഉജ്റത്തൻ അയാൾ ഒരു കൂലിക്കും അർഹനാകുന്നതല്ല. മാത്രമല്ല യുർജഉ അലൈഹി അയാളോട് തിരിച്ചു വാങ്ങേണ്ടതാണ്. ബിസമനിൽ അദ്വിയത്തി മരുന്നിന് കൊടുത്ത വില. എന്തുകൊണ്ട്? ലി തഖ്സീരിഹി അയാൾ വീഴ്ച വരുത്തി. എന്ത് വീഴ്ച? ബി മുബാശറത്തിഹി അയാൾ ഇടപെട്ട കാരണത്താൽ. ബിമാ ലൈസ ലഹു ബി അഹ്ലിൻ അവൻ അർഹതയില്ലാത്ത കാര്യത്തിന് അവൻ പ്രവർത്തിച്ചു എന്ന കാരണത്താൽ. മുബാശറത്ത് എന്ന് പറഞ്ഞാൽ പ്രവർത്തിച്ചു. ബിമ ഒരു കാര്യം, ലൈസ ഹുവ അവനല്ല, ലഹു ആ കാര്യത്തിന്, ബി അഹ്ലിൻ ഒരിക്കലും അർഹനല്ല. അങ്ങനത്തെ ഒരു കാര്യം ചെയ്തു എന്ന കാരണത്തിൽ, ചെയ്തു എന്നതിൻ്റെ പേരിൽ അവന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അതിനാൽ അവന് മരുന്നിൻ്റെ പൈസ കൂടെ തിരിച്ചു കൊടുക്കേണ്ടതാണ്. അടുത്തത് വലവിഖ്തലഫ മുക്തരിയും അഭിപ്രായ വ്യത്യാസത്തിലായി. ഏതിൽ ഫ്യൂജറത്തിൻ കൂലിയുടെ അളവിൽ, ഔ മുദ്ദത്തിന് അല്ലെങ്കിൽ വാടകയുടെ സമയത്തിൽ, ഔ ഖദിരി മംഫഅത്തിന് ഉപകാരത്തിൻ്റെ അളവിൽ. വണ്ടിൻ്റെ ഒരു സീറ്റാണ് ബുക്ക് ചെയ്ത്, മറ്റേ പറയാണ് 2 സീറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഈ വിധത്തിലൊക്കെ അഭിപ്രായ വ്യത്യാസമായാൽ എങ്ങനെയാണത് വ്യത്യാസം? ഹൽ ഹി 10 ഫറാസിഖ അത് 10 ഫർസഖാണോ, ഔ ഹംസ അല്ലെങ്കിൽ 5 ഫർസഖാണോ, ഇങ്ങനെയൊക്കെ തർക്കം. ഫർസഖ് എന്ന് പറഞ്ഞാൽ കിലോമീറ്റർ എന്ന് പറയുന്നത് പോലെ ഒരു ദൂരമാണ്. ഔ ഫി ഖദിരിൽ മുസ്തഅ്ജരി അല്ലെങ്കിൽ വാടകക്കെടുക്കപ്പെട്ടതിൻ്റെ അളവിൽ തർക്കമായാൽ, അതായത് ഹൽ ഹുവ കുല്ലുദ്ദാരി ഒരു വീടാണെങ്കിൽ വീട് മുഴുവനും വാടകയ്ക്ക് നൽകപ്പെട്ടിട്ടുണ്ടോ, ഔ ബൈത്തും മിൻഹ അല്ലെങ്കിൽ അതിൽ നിന്നൊരു റൂമാണോ എന്നൊക്കെ തർക്കമായാൽ, തഹാലഫ രണ്ടുപേരും കോടതിയിൽ അവരുടെ വാദം പറഞ്ഞ് സത്യം ചെയ്യണം. ഫുസിഖത്ത് ഇജാറത്ത് ഫസ്ഖ് ചെയ്യപ്പെടുകയും ചെയ്യും. വജമഅൽ മുക്തരിക്ക് നിർബന്ധമായി തീരും. ഉജ്റത്തുൽ മിസ്ലി വാടക നിർബന്ധമായി തീരും.
ലിമസ്തൗഫാഹു, അവൻ ഉപയോഗിച്ചതിനുള്ള വാടക. അടുത്തൊരു വിഷയം, ലൗബുജിദൽ മഹ്മൂൽ അലദ്ദാബത്തി മസലൻ, വാടകക്കെടുത്ത വാഹനത്തിന്മേൽ ചുമന്നുകൊണ്ടുപോയ സാധനത്തെ എത്തിക്കപ്പെട്ടാൽ നാഖിസൻ, കുറഞ്ഞതായിട്ട് എത്തിക്കപ്പെട്ടു, ന്യൂനതയുള്ളതായിട്ട് എത്തിക്കപ്പെട്ടു. നഖ്സൻ യുസ്സിറു, വിലയിൽ മാറ്റമുണ്ടാക്കുന്ന വിധത്തിലുള്ള ഒരു കുറവ് വരുത്തിയതായിട്ട് കണ്ടു. സാധനം കൊണ്ടായിരുന്നു, അതൊക്കെ പൊട്ടിയിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ. വഖദ് കാലഹുൽ മുഅ്ജിറു, വാടക കൊടുത്തയാൾ അതിനെ തൂക്കി കൊടുത്തതായിരുന്നു, എന്നിട്ട് ഇപ്പോൾ കുറവ് വന്നതായിട്ട് കണ്ടാൽ, ചെറിയ കുറവല്ല, ഒരു 50 ഗ്രാമിൻ്റെ കുറവല്ല, നല്ലൊരു 5 കിലോൻ്റെ കുറവ്, ഇങ്ങനെ നഖ്സൻ യുസ്സിറു, വിലയിൽ മാറ്റം വരുത്തുന്ന വിധത്തിലുള്ള, വിലയെ സ്വാധീനിക്കുന്ന വിധത്തിലുള്ള ഒരു കുറവ് വന്നതായിട്ട് കണ്ടാൽ, മഹ്മൂൽ എന്ന് പറഞ്ഞാൽ ചരക്ക് കാണപ്പെട്ടു, ദാബത്തിൻ്റെ മേലിലുള്ള നാഖിസൻ, അളവ് കുറഞ്ഞതായിട്ട്. ഹുത്ത, അപ്പോൾ കുറക്കപ്പെടും, ഖിസ്തുഹു, അതിൻ്റെ വിഹിതം, മിനൽ ഉജ്റത്തി, വാടകയിൽ നിന്ന്. എപ്പോൾ? ഇൻകാനത്തിൽ ഇജാറത്ത് ബിദിമ്മത്തി, ഇജാറത്ത് ദിമ്മത്തിൽ നടന്ന ഇജാറത്താണെങ്കിൽ. വയില്ല, അങ്ങനെയല്ലെങ്കിൽ ലം യുഹത്ത ശൈഉം മിനൽ ഉജ്റ, വാടകയിൽ നിന്നൊന്നും കുറക്കപ്പെടുന്നതല്ല. അടുത്തത്, വലബിസ്തജറ സഫീനത്തൻ, ഒരാളൊരു കപ്പൽ വാടകക്കെടുത്തു. ഫദഖലഹ സമുക്കുൻ, അങ്ങനെ അതിലേക്ക് ഒരു മത്സ്യം കയറിയാൽ, ഫഹൽ ഹുവ, ആ മത്സ്യമായിരിക്കുമോ, ലഹു, വാടകയ്ക്ക് എടുത്തയാളുടേതാകുമോ, ഒരു മുഅ്ജിരി, അല്ലെങ്കിൽ വാടകയ്ക്ക് കൊടുത്തയാളുടേതാകുമോ? പണ്ഡിതന്മാർക്കിടയിൽ 2 അഭിപ്രായമുണ്ട്. വജ്ഹാനി, 2 അഭിപ്രായമുണ്ട്. ഒരു കൂട്ടർ മറ്റേയാളതാണ്, ഒരു കൂട്ടർ ഇയാളതാണ് എന്ന് പറയുന്നുണ്ട്. സല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.